കരിമീൻ്റെ കുഞ്ഞിനെ, കരിമീൻ കുഞ്ഞ്, കറിമീൻ പറഞ്ഞോ എനിക്കതല്ല. ഇവിടെ ഈ പുള്ളിയെ ലോക്കൽ പുള്ളിയെ പറഞ്ഞു. ചങ്ങാടം നമ്മുടെ ഫസ്റ്റ് ഇവിടെ കിട്ടിയ കുപ്പിയൊക്കെയാണ് നമ്മൾ മുന്നേ പിടിച്ച കരിമീൻ്റെ കുഞ്ഞെന്ന് പറയുന്നു. ആണോടാ എനിക്കറിയില്ല. പുള്ളിന് കരിമീൻ്റെ കുഞ്ഞ്. ഇവിടെ കരിമീൻ കിട്ടുമോ? കിട്ടുമോ? എന്നാ കരിമീൻ തന്നെ. ഓരോ സ്ഥലത്ത് വളർത്തുന്ന എന്തോടാ ഓരോ സ്ഥലത്ത് ഫാമിംഗ് ഉണ്ടല്ലോ, അവിടുന്ന് വെള്ളം ഇവിടെ ഉണ്ടല്ലോ, അപ്പുറത്തെ ഫാം ഉണ്ടല്ലോ. അങ്ങനെ അപ്പൊ അതിന്റെ വലുതിറങ്ങിയിട്ട് ഇവിടെ പ്രസവിച്ചത്. അപ്പൊ ചെറുതിനെ നമുക്ക് ഞാൻ മുന്നേ പറയാം വലയിടുന്നുണ്ട്. അവിടെ വല കൊടുത്തിട്ട് പോവുകയാണ്. പാറ പൊളിച്ചിട്ട് കേസുണ്ട്. ആര് പറഞ്ഞു? അതല്ല ഞാൻ പറഞ്ഞു വന്നത് ഇതാ, ഇങ്ങനെയുള്ള ലൈഫൊക്കെ നമ്മൾ ഇപ്പൊ ഈ മൊമെന്റ്സ് ഒക്കെയാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. ഇതിലൂടെ ഉണ്ണി അത്രേ ഉള്ളൂ. കാരണം പിന്നെ നമുക്കൊരു പ്രായമാകുമ്പോൾ ഇത് എൻജോയ് ഉള്ള ഇനി അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല. സോ ഉള്ള ടൈം ഇനി എവിടെ അറിയത്തില്ല. അതാ നമ്മൾ എവിടേക്കാ പോകുന്ന അറിയത്തില്ല, നമ്മൾ എപ്പോ കാണുമെന്ന് അറിയത്തില്ല. എനിക്ക് 27 വയസ്സുണ്ട്, ഞാൻ എവിടെ പോകുന്ന എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാക്സിമം എനിക്ക് കിട്ടുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു. അന്നേരം കുറെ മീനുണ്ട്, എടുത്തോ. എവിടെ ബക്കറ്റ് ഗൗറേ അവനൊക്കെ വർക്കിംഗ് ആണ്. അവനക്ക് ഈ വീക്കെൻഡിൽ മാത്രം നമ്മളവനെ കിട്ടും. നമ്മൾ പണ്ടൊക്കെ എന്നും കണ്ടം കളിക്കുന്ന ടീംസൊക്കെ ആയിരുന്നു. പക്ഷെ ടൈം ഇല്ല ഇല്ലേടാ, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വന്നാ അങ്ങനെ. ഗൗരി മാത്രമേ ഉള്ളൂ ഇന്ന് പിടിക്കാത്ത. നിന്നെ അല്ല വീഡിയോ എടുക്കുന്നതിന് അവിടെ ഒരുത്ത മാരക എക്സ്പ്രഷൻ എടുത്ത് ഒന്ന് വീഡിയോ എടുക്കടാ. രാവിലെ കിട്ടിയത് എന്താ സെക്യൂട്ടാ? പരൽ അത് നെഞ്ചിന്റെ അകത്തല്ലേ? പോയില്ല ആകെ കിട്ടിയ മീന എനിക്ക് ആഴ്ച നേരെ തന്നില്ല. അല്ലെ നോക്കട്ടെ, മോഹൻ നോക്കട്ടെ, എക്സ്പ്രഷൻ നോക്കട്ടെ എൻ്റെ അന്ന് ആ ഫേസിട്ട്. ബ്രോ പ്ലീസ് ബ്രോ. പുള്ളി അവിടെ നോക്കടാ, ചങ്ങാട് നടക്കുന്നു. കുഞ്ഞുങ്ങളെല്ലാം കരയെ കയറുന്നു കേട്ടോ. നിങ്ങളെ വലിയ കരയെ കയറുന്നോ? ഇത്ര ഉണ്ടയാക്കും. കോഴിത്തട്ടിയും കാൽത്തട്ടിയുള്ള മിക്സാണ്. ഇത്ര ഉണ്ടയാക്കിയിട്ട് ഉള്ളല്ലേ ഫുള്ള് ചൂണ്ടാണ്. ചൂണ്ട ഫുള്ള് തീറ്റ വിട്ടിട്ട് എറിയും. ഈ മണി അടിക്കുന്നുണ്ട്, ആ മണി അടിക്കുന്നുണ്ട്, മണികളെല്ലാം അടിക്കുന്നുണ്ട്. അപ്പുറത്ത് ലോക്കൽ മീൻ പിടുത്തക്കാരെ കൂടെ കാണില്ലേ? നമ്മുടെ പ്രൊഫഷണൽ നമ്മുടെ ലോക്കൽസ് ആണ്. ലോക്കൽസ് ആണ് നാടൻ. കിട്ടിയ മൊത്തേ ലോക്കൽസിന്റെ മീനോട് കാണിച്ചു. ലോക്കൽ മീനോടെ കുപ്പിന്നിടാ. ഓ ഏതാ അവര് വലുത് ഓടിച്ചപ്പോ അണതിന്റെ സ്റ്റാൻസ് കണ്ടാ? ഏതാ നിപ്പ്? അവന്റെ കൈയുടെ എത്രയാ തങ്കൂസിന് നീളമുള്ളൂ. ഇവന് കൊറേ കിട്ടുന്നുണ്ട്, ചെറുതാന്നേ ഉള്ളൂ. ഈ ചെതമ്പല് കളഞ്ഞിട്ട് എന്റെ വയറ് കയറി കുടലും പൊട്ടിച്ചിട്ട് ഫുള്ളങ്ങ് വറുത്താ മതി. തല കളയണ്ടേ? തല കളയില്ല, കണ്ണ് സൂപ്പർ അതിന്റെ. അതായത് മേളിൽ പോയതവിടെ അവിടെ വീണ കാര്യമാണ്. പുള്ളി വീണ്ടും വഞ്ചിയായിട്ട് വരയുണ്ടോ? വരയില്ല, വീട്ടിലേക്ക് പോകാൻ തോന്നുന്നു. വേണ്ട ഐറ്റംസ് ആണെങ്കിലും
ഇതാണ് ഗൈസ് ഇവർ പിടിച്ച മീൻ. അതായത് ഈ റോഡ് വലിയ റോഡ് നമുക്ക് ചെറിയ റോഡ് ഒന്നും കിട്ടത്തില്ല, കമ്പല്ലേ റോഡ് നമുക്ക് വലിയ സാധനം കിട്ടും. എന്തുള്ളി സോ മീനെ ഇപ്പൊ കാണിച്ചു തരാം. കൊഴുവ മീൻ നൈസ്. അതിനെ കാണിക്കട്ടെ. അത് ഇതാണ് മീൻ. അപ്പൊ ഇതോ അതാണ് മീൻ. അതാണ് മീൻ. എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കഴിവുള്ളത്. ജോക്കായിരുന്നു അല്ല, വ്ലോഗിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ. ഞാൻ കോപ്പിറൈറ്റ് അടിക്കും. എനിക്ക് വേറെ ചാനലൊക്കെ ഉണ്ട്. പോസാണി മുഖം കണ്ടി പിടിച്ച് അവൻ പിടിക്കുന്നില്ല. നീ ബ്ലർ ചെയ്തിടണേ, ഞാൻ കോപ്പിറൈറ്റ് അടിക്കുവേ. എന്താടാ എന്ത് പറഞ്ഞേടാ, നിങ്ങൾ ഇട്ടോടെ, നിങ്ങൾക്കല്ലാതെ ആർക്കിടാൻ പറ്റും. ആ പക്രൂനെ ഇട്ടാ ഞാൻ വീഡിയോ റിപ്പോർട്ട് ചെയ്യുവേ. ഈ നമ്മുടെ ഉണ്ണിപ്പിക്കൽ മുത്തേർക്കാൻ നിങ്ങളുടെ ചേട്ടന് വറക്കാൻ വേണ്ടി എത്രയും മീൻ ഞാൻ പിടിച്ചത്. അതാ ഈ മീൻ അല്ലാണ്ട് ഇവനെ തിന്നാൻ വേണ്ടിയാണ് ഗൈസ്. അതൊക്കെ വേണ്ട. ഡൽഹിയിൽ മീൻ കിട്ടത്തില്ല. അതെ, ആക്ച്വലി ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പുറത്തൊക്കെ പോയി ജോലി ചെയ്യാൻ നേരത്തെ വൈബ് ഒന്നും കിട്ടത്തില്ല. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മള് എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സുഖം എവിടെ കിട്ടത്തില്ല. ഇത് നിങ്ങൾ നോക്കി എന്ത് രസം നോക്കി ഇത് കാണാനായിട്ട്. അങ്ങനെ പോകുന്നവര് പോടെ വീട്ടുകളിൽ കമോൺ. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഈ സ്ഥലമൊന്നും കിട്ടത്തൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. എത്ര ശമ്പളം എന്ന് പറഞ്ഞാലും നമ്മൾ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്തില്ലെങ്കിൽ ലൈഫൊന്നും അല്ല. പറഞ്ഞു പറയിപ്പിക്കതല്ല. ട്രൂ വേർഡ്സ് ഫ്രം അനന്തു. ഓ അടുത്ത മീൻ. ഇതൊക്കെ രസമാണ്. അതെ രസമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ പോയി പിടിക്കുന്നത് അല്ലേ. സോ നമ്മൾ ലക്കിയാണ് ഗൈസ്. ഞാനൊക്കെ വിശ്വസിക്കുന്നു ഞാൻ ലക്കിയാണ്. ഇങ്ങനെയുള്ള കാര്യം ചില കാര്യങ്ങൾ ലക്കി ആയിട്ടുണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഐ ആം ലക്കി ടു ഹാവ് ഫ്രണ്ട്സ് ലൈക്ക് ദീസ്. ഉണ്ടോ അച്ചു നമ്മുടെ പയ്യന്മാരെല്ലാം ഉണ്ട്. ബിഗിൽ ഇവനൊക്കെ നമ്മുടെ നല്ല കൊച്ചു ചെക്കന്മാരവനൊക്കെ. പക്ഷെ ചൂണ്ടപ്പോൾ കൈ പിടിക്കാൻ എൻ്റെ ഓൺ ബ്രദർ ദേവം ബ്രദേഴ്സ് ഓൾസോ എല്ലാവരും ഉണ്ട് പിടിക്കുന്നത്. ഇങ്ങനെ വൈബ്. അത് നമ്മുടെ സ്പോട്ട് നമ്മുടെ കൊടുത്തപ്പുഴ ഇല്ലടാ ഉണ്ണി നമ്മുടെ കൊടുത്തപ്പുഴ ഇല്ലേ. വേറെ പുറം നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഞങ്ങളില്ലേ 5 വന്ന് മീൻ പിടിച്ച് പോകുന്നുണ്ട് ആൾക്കാർ. ആക്ച്വലി ഇവന്റെ സച്ചൊക്കെ ഇപ്പോൾ വർക്കിംഗ് ആവാറായി. നഴ്സിംഗ് പഠിക്കുകയാണ്, ലാസ്റ്റ് ഇയർ ആണ്. സോ ഇവനൊക്കെ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലാണ്. സോ എല്ലാരും ഒന്ന് ഇട് ഒന്നായിട്ട് ഒന്ന് ഇട്ട് കിടന്ന് ചാടാതെ മുത്തേ. അടുത്ത അത് കയ്യിൽ പോയി 2. സോ ഉള്ള ടൈമിൽ എൻജോയ് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ വൈബ് അടിക്കാം. കള്ളുപിടി അങ്ങനൊന്നുമില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ അഭിപ്രായം പറയണം. ഒരിക്കലും നമ്മൾ വലിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യം വലിയാണ്. ഞാനൊരു സ്മോക്കറായിരുന്നു. സ്മോക്കർ സ്മോക്ക് എന്ന് വെച്ചാൽ പക്ക സ്മോക്കറാണ്. ഒന്നുമില്ല ചെയ്യരുത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഡാമേജ് ആക്കുന്നത്. അതെ അതായത് ഒരു ഭയങ്കര സ്മോക്കർ ഞാൻ വലിക്കാറില്ല. ആക്ച്വലി എൻ്റെ ഈ എല്ലാവരും ഞാൻ വലിക്കുന്നത് കാരണം എൻ്റെ ലിപ്പ് ഭയങ്കര എനിക്ക് ജനറ്റിക്കായിട്ട് കിട്ടിയ കാര്യമാണ്. എൻ്റെ അമ്മൂമ്മ അവിടെ നിന്നിട്ടാണ് ഈ ലിപ്പ് ഭയങ്കര പിഗ്മെന്റേഷൻ. സോ എല്ലാം പറയാം ഞാൻ. പക്ഷെ അവനത് കിട്ടിയിട്ടില്ല. അവനൊരു പിങ്ക് ലിപ്സ് ആണ്. എനിക്ക് പക്ഷെ ഭയങ്കര ഡാർക്ക് ലിപ്സ്. സോ അതും അല്ലെങ്കിൽ എനിക്ക് വലിക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ അച്ഛൻ പണ്ട് വലിക്കുമായിരുന്നു. സോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഈ വലിക്കുന്ന ടീംസിനോടൊന്നും. അച്ഛനെ ഞാൻ പറയും പിന്നെ അച്ഛന് പിന്നെ അച്ഛൻ അങ്ങനത്തെ വലിക്കൊന്നുമല്ല. അപ്പം വലിക്കത്തൊന്നുമില്ല പോടെ വലിക്കത്തൊന്നുമില്ലായിരുന്നു ഗൈസ്. കാരണം വലിയ കൂടിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം അത് ഒരു ബെനിഫിറ്റും ഇല്ല ലൈഫിൽ, മനസ്സിലല്ലേ. അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യുന്നത്. ഞാൻ പണ്ട് ബിയറൊക്കെ അടിക്കുമായിരുന്നു. ബിയറൊക്കെ അത് അച്ഛനൊക്കെ ആയിട്ട്, അല്ലാതൊന്നും അടിക്കും. പിന്നെ 3 കൊല്ലായി. പിന്നെ ഇടയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതൊക്കെ ക്രേസിന് വേണ്ടി ടേസ്റ്റ് ഉണ്ട്. ലിറ്റിൽ ബിറ്റ് ടേസ്റ്റ് ചെറിയ എത്രയൊക്കെ ബെനിഫിറ്റും ഇല്ല ഗൈസ്. അതുകൊണ്ട് കള്ളൊന്നും വെച്ചിട്ട് കാര്യം നീ വീട്ടിൽ പോടാ അടി. സോ നിങ്ങളുടെ മൊമെന്റ്സ് എൻജോയ് ചെയ്ത് ലൈഫ് ചില്ലായിട്ട് പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. മണി അടിച്ച് മച്ചാ മണി അടിച്ച് സാധനത്തിൽ പോയി. കഷ്ടപ്പെട്ട അവര് കൊടുക്കാത്ത കഷ്ടപ്പെട്ട
ഒരു കേറിക്കോ, ഒരു മണിക്കൂറൊക്കെയുള്ളതായി. ഒന്ന് പാമ്പാടാ ഇത് കമ്പ്. ആനന്ദു എത്ര പിടിച്ചടാ? ഒരു 8-9 10 പിടിച്ചു കാണും. നീയോ? അടുത്ത 10-30 മീൻ മുള്ളുന്നു. കൈ അത് മടക്കി വെച്ചാൽ ഇതൊക്കെ ഇടണോ? കൈ ഇട്ട് വരാം. നോക്കി ഇറങ്ങേ. ഉറങ്ങിയൊക്കെ പിടിക്കും. ഉണ്ണി പിടിച്ച മീൻ, ഒരു കുപ്പി, ഒരു കവർ. ചേട്ടന്റെ കഷ്ടപ്പാട് ഓമ്പി. അങ്ങനെ നമ്മുടെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാരും തളർന്ന് ഉപ്പടായി. ഇത്രയും അനന്ത് കാണിക്കടാ. ഇത്രയും കിട്ടി ക്രൈസി ഇപ്പോഴത്തെ. സോ നമ്മൾ ചായ കുടിക്കാൻ വേണം. ചായ കുടിക്കാൻ പോയിട്ട് വൈൻഡപ്പ് പിടിക്കാനുള്ള സമയം കാണത്തില്ല, കാരണം ബാറ്ററി ഫുള്ള് ഡൗൺ ആണ്. ഓൾറെഡി പക്കുവിന്റെ ഫോണ്. അപ്പൊ ഇന്ന് നമ്മൾ മീൻ നമുക്കിനി അത് കാണിച്ചു തരാം. മീനൊന്നും കിട്ടില്ലെന്ന് ഫോൺ എടുക്കാത്ത എന്താടാ? ഫോൺ അറിയില്ല സൈൻ ഇനിയിപ്പോ ചട്ടി വാങ്ങി വെക്കാം. മീൻ കൊണ്ടുവരുമെന്ന് കുപ്പിയാണ് കഴിച്ച് കാണണം. ഇതിൽ നിന്നുള്ള സാധനം മുറി നോക്ക്. ഇത് ഫില്ലാക്കി വേണ്ടി മാമേസ് ഇൻസൈഡ്. ഓക്കെ ഇത് നമ്മൾ ഇതാണ് മീൻ. ഓ വലിയ കൊമ്പൻ ആണ് പക്ഷെ പുറമെ അവൻ ഭയങ്കര പാവാണ്. റിയൽ പോയോ? റിയൽ മാൻ. കണ്ടപ്പോഴേ വെള്ളം തായ്ക്കുന്നു. വെള്ളം കുടിക്കട്ടെ. എനിക്കില്ലടാ മുമ്പി. ഇത് മാത്രം കേട്ടോ. സോറി. സമാധാനമായില്ലേ? മൊസംബിയാണമ്മ. ജ്യൂസ് പോയി ഗൈസ്. അപ്പാടെ ജ്യൂസ്. അപ്പം ബായ്. അങ്ങനെ മമ്മി വേറെ നൈറ്റ് എടുത്തിട്ട് പുറമെ ഇട്ടതിന് ചെതുമ്പൽ ഉണ്ടാ സൂപ്പർടാ. നമ്മളിത് ചുണ്ടമ്മന്റെ പേര് പറഞ്ഞത് ചുണ്ടനാ. ഇതാണ് കിട്ടിയ മീൻ. ഇതാണ് നമ്മള് കുഞ്ഞ് ചൂണ്ട നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചെടുത്തു. അപ്പൊ ചാടി കയറി ഇങ്ങനെ എടുത്തിട്ട് പോക്കറ്റ് കയറിയില്ലേ? അല്ലമ്മ ചൂണ്ട ചെറിയ ചൂണ്ട. അല്ലാതെ ഈ കുഞ്ഞു മീനുകൾ എടുത്ത് വെച്ച് കൊണ്ടിട്ട് എന്തിനാടാ? എടാ നമ്മുടെ ചെറിയ ചൂണ്ടില്ലടാ, നമ്മൾ വലിയ ചൂണ്ടെങ്കിൽ കിട്ടും. വലുത് ചെറിയ ചൂണ്ടിൽ കിട്ടും. വരെ എടുത്തു. ചാമ്പലൊക്കെ കിട്ടിയ അതിന്റെ ഉളുമ്പ് മണമൊക്കെ പോവാനേ. ചെതമ്പലും ഉളുമ്പ് മണമൊക്കെ പോവാനാ. നമ്മൾ കല്ലുപ്പിട്ടുണ്ട്. നമ്മൾ കല്ലുപ്പ് തന്നെ വിടുന്നത്. നമ്മളിപ്പം ഇതിന്റെ ചെമ്പലും ചിലമ്പലും ഒക്കെ പോവാനാ. മാറ്റവും ആദ്യം പിന്നെ സ്മെല്ലങ്ങ് പോയില്ലേ. നല്ല വെളുപ്പ് മുറിഞ്ഞാടാ. ആ മുള്ളുണ്ട് അതിനെ. ഈ ഇതിന് മുള്ളുണ്ടമ്മ ഈ ചെതുമ്പലിന്. ആ മുള്ള അത് മാറ്റാന്നോ? കരിമീൻ പോലുള്ള കരിമീൻ പോലുള്ള ഉണ്ടോ? ആണ് ഇത് ഇതിന് മുള്ളുണ്ട്. ഇത് സൈഡൊക്കെ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് വെച്ചിട്ടങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് ആദ്യമിനകത്തുള്ള വേസ്റ്റ് ഞങ്ങളൊക്കെ കളയാം. എന്താ ബോളാ? എയറാണത്. പെരട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. പെരട്ടി വെച്ചിട്ടുണ്ട്. ശിവ എത്ര നേരം എടുക്കും? അരമണിക്കൂറിന് ശേഷം സെറ്റാക്കാം.
ഇനി ഇതും കപ്പയും കൂടി കഴിക്കാം. സോ ഗൈസ്, അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് ചോറ്, ബീഫ് കൊണ്ടുണ്ടായിരുന്നു. ഇതൊക്കെ അല്ലേ കപ്പ, നമ്മുടെ അരിമീൻ, ക്രിസ്പ് കണ്ണൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ പയ്യന്മാർക്ക് കൊടുക്കാം. അങ്ങനെ ഇല്ലില്ല, അങ്ങനെ നമ്മുടെ പയ്യന്മാർക്ക് ഓലക്കടീനാ സച്ചു കൊള്ളതല്ലേ അടിച്ചു കയറ്റാണ് ഗൈസ്. കപ്പ, ബീഫ്, ഇനി ഇത്തിരി മീൻ. മീൻ പിന്നെ കപ്പയും ബീഫാണ് എൻ്റെ ഫേവറേറ്റ്. മീനൊക്കെ പിന്നെ കുറച്ച് കപ്പ എടുക്കുന്നു, ബീഫ് ഒറ്റപ്പിടി, ഇതാണ് മീൻ എടുക്കുന്നു. മീൻ വേണ്ട, അല്ല മീൻ എടുക്കാം. കൊള്ളാം. കുറച്ച് സവാള. അപ്പോൾ ബൈ.